കുട്ടികളുടെ സ്ഥാപനത്തിന്റെ മറവിൽ സർക്കാർ ഫണ്ട് കൈപ്പറ്റുന്നു എന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗോപിനാഥ് മുതുകാട്. പുറത്തുനിന്ന് തന്നെ കല്ലെറിയുന്നവർ താൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്ത് കാണിക്കട്ടെ. ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഭിന്നശേഷി കുട്ടികളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഡിറ്റ് നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്കാണ് ഫണ്ട് പോകുന്നത്. ഇതാർക്കും പരിശോധിക്കാവുന്നതുമാണ്. ഒരു കാലത്ത് സ്ഥാപനത്തിന്റെ ഭാഗമായിരുന്നവർ പുറത്തിറങ്ങി സ്ഥാപനത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഗോപിനാഥ് മുതുകാട് പ്രതികരിച്ചു. ന്യൂസ് 18 Q18 മുതുകാടിന്റെ പ്രതികരണം. വിവാദം ഉയർന്ന ശേഷം ഇതാദ്യമായാണ് മുതുകാട് വിശദീകരണം നടത്തുന്നത്. ആ ഒരു വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു പ്രൊഫഷണൽ പോലും വേണ്ട എന്ന് കരുതി ഇതിനകത്ത് നിൽക്കുക. ഇങ്ങനെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അലിഗേഷൻസും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരു വിഭാഗമല്ലേ, അതെങ്ങനെ ഡീൽ ചെയ്യും? തീർച്ചയായിട്ടും വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്താണ് നമ്മുടെ കേരളത്തിൽ എന്ത് പ്രവർത്തനത്തിനാണ് ഇല്ലാതിരിക്കുന്നത്. എനിക്ക് നമ്മൾ ചെയ്യുന്ന വഴിയും ഞാൻ നടക്കുന്ന വഴിയും കൃത്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ നടക്കുക എന്ന് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള കാര്യം. സ്വാഭാവികമായിട്ടും അവിടെ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, എതിർപ്പുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് ഞാൻ ആലോചിക്കേണ്ട ഒറ്റ കാര്യം, ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും നമുക്കിതിനകത്ത് ഇല്ല. വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടുന്ന് പോയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ആണ് നമുക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യങ്ങൾ. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ പോകുന്ന വഴി നമുക്കിതിനകത്ത് എന്താ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ ട്രാൻസ്പെറൻ്റാണ്. ഇവിടുത്തെ ഒരു കാര്യം പോലും റെസിപ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാം എവരിത്തിങ് ഈ സൊസൈറ്റിയിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ ചാരിറ്റബിൾ സൊസൈറ്റി. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. എവരിത്തിങ് വളരെ ക്ലീനാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്ത് വിമർശനങ്ങളില്ലാതെ എന്ത് കാര്യങ്ങളാണ് കേരളത്തിലുള്ളത്? സോ കേരളത്തിൽ നിന്നല്ല, ലോകത്ത് മനുഷ്യരുള്ളിടത്തോളം വിമർശനങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിനെ എടുക്കുന്നേ ഇല്ല, അതൊരു പ്രശ്നമേ ആക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഇത്രയും കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിമർശിക്കുന്ന ആളുകൾ ഇതുപോലെ ചെയ്ത് കാണിക്കുക വേണ്ടത്, അല്ലേ? ചെയ്ത് കാണിച്ചിട്ട് വേണം പറയാനുള്ളൂ. വെറുതെ പുറത്തു നിന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ഫണ്ട് കേന്ദ്രീകൃതമായി പോകുന്നു. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അവർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മറ്റ് സംഘടനകൾ, അവരിലേക്കൊന്നും ഫണ്ട് എത്തുന്നില്ല. ഫണ്ട് ഇവിടേക്ക് മാത്രം എത്തുന്ന ഒരു കേന്ദ്രീകൃത പരിപാടി നടക്കുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ കാണുന്നു? ഇവിടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡൊണേറ്റ് ചെയ്യുന്നതിന് മുഴുവൻ കൃത്യമായിട്ട് റെസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കും ആഗ്രഹമുണ്ട് കേരളത്തിലുള്ള എല്ലാ മേഖലകളിലേക്കും പടർന്ന് കയറി ഇതുപോലെ ചെയ്യണം. ഞാൻ ചോദിച്ചു തന്നത്, ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാടുണ്ട്, പക്ഷേ സ്വയം ബ്രാൻഡ് അംബാസഡറായിട്ട് അവരോധിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ്. അങ്ങനെ പറയുന്നവർ ഒരിക്കലും ഞാൻ അതിന് സ്വയം അംബാസഡറാണെന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് എനിക്കറിഞ്ഞുകൂടാ, ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സ്വരിക്കും ഇതിൻ്റെ സ്വയം അംബാസഡർ. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും പറയുന്നത് പോലെ ആവില്ല ഞാനൊരു പക്ഷേ പറയുന്നത്. അത് ഒരു പക്ഷേ പെട്ടെന്ന് തോന്നിയേക്കാം ഇതൊക്കെയാണോ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ചെറിയ ഒരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണം എന്നുള്ളതാണോ നമ്മൾ കാസർഗോഡ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, അല്ലേ? ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവർ ഓരോ സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക്കായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താഗതികൾ മാറണം എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ മക്കൾക്കും യൂണിഫോം ഉണ്ട്. ഓക്കെ, എന്തിനാ യൂണിഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ പറയും നമ്മൾ? എന്തിനാണ് ഈ യൂണിഫോം? ശരിക്കും യൂണിഫോം ഒന്നും അല്ലല്ലോ പറയേണ്ടത്. അവർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കണം, അത്രയല്ലേ കാര്യങ്ങളുള്ളൂ. പക്ഷേ അവരെ നമ്മൾ എന്താ പറയുക, മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, നല്ല വില കൂടിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പൊട്ടിപ്പോകും. എങ്കിൽ പോലും ആ ഇൻസ്ട്രുമെൻറ്റ്സ് വീണ്ടും വീണ്ടും വാങ്ങി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും ഇവിടെ ഉള്ള കുട്ടികൾ പലരും ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ട്രീറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടുതൽ വെല്ലുവിളി. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് ഈ മുന്നിൽ നിർത്തുന്നത്. അതാണ് ധാരണയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഇവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ധാരാളമുണ്ട്. വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. എല്ലാ മേഖലയിലും ഒരുവിധം മേഖലയിലുള്ള ഡിസബിലിറ്റിയിലുള്ള ഒരുവിധം മേഖലയിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ വളരെയധികം കിടപ്പ് രോഗികൾ ഇവിടെ ഇല്ല. ഓക്കെ,
എന്തുകൊണ്ട് ഈ കുട്ടികളെ കാണുന്ന സമയത്ത് അങ്ങനെ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ടീച്ചേഴ്സിനെ സല്യൂട്ട് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. ഇവരെ നിരന്തരം ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലേക്ക് ആക്കിയതിൻ്റെ പേരിലാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആയിട്ടുള്ളത്. അവർ പാട്ട് പാടുന്നതും അവർ നൃത്തം ചെയ്യുന്നതും ഒക്കെ ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തതിൻ്റെ പേരിലാണ്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ പേര് ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ എന്നാണ്. ഓക്കെ, ആർട്ടിലൂടെ ഈ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു സ്ഥാപനം എന്ന് മാത്രമാണ് ഇതിൻ്റെ ഒരു ലേബലുള്ളത്. ഇതിൻ്റെ ബൈലോയിൽ പോലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർട്ടിലൂടെ കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്നവരിൽ തന്നെ പുറത്തിറങ്ങിയിട്ടാണ് പലരും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്? അല്ല, അതിൻ്റെയൊക്കെ റീസൺ നമുക്കറിയാം. അല്ല, ആ വിഷയത്തിലൊന്നും അങ്ങനെ പരസ്യമായിട്ട് അധികം പ്രതികരിച്ച് കണ്ടു. ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിലൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതിനകത്ത് റെക്കോർഡിക്കലായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണല്ലോ നമ്മൾ ആൻസർ പറയേണ്ടത്. സോ യു ആർ ആസ്കിങ് ദി ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇവിടെയുള്ള അതൊരു വല്ലാത്തൊരു ഡീഫേമേഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. അങ്ങനെ പുറത്തിറങ്ങിയതെന്ന് പറയുമ്പോൾ അതൊരു ട്രസ്റ്റ് നശിപ്പിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ചോദ്യത്തിനകത്ത് വലിയ പ്രസക്തമായിട്ട് കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നു കണ്ടു കഴിഞ്ഞാൽ പുറത്തു നിന്നല്ലല്ലോ പറയേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കാം. അത് തീർച്ചയായിട്ടും അത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ, അവരുടെ ഒരു മോനുണ്ടായിരുന്നു. ആ മോനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചു. പക്ഷേ അത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അവരുടെ പെർമിഷൻ, അതിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അവരോട് കൂടി സ്വാഭാവികമായിട്ട് അവർ ഇവിടെ ഒട്ടി നിന്നിരുന്ന ആളാണ്. ഇവിടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരാളാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. അവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടി. അവരങ്ങോട്ട് പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നി. അപ്പോൾ മോൻ ഇവിടെയുണ്ട്. അപ്പോൾ ആ മോനെ ഇവിടെയല്ല, നമ്മുടെ സ്ഥാപനത്തിലല്ല, അവർ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഗമായിട്ട് അവർ അവിടുന്ന് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്ക് വിവരാവകാശ കമ്മീഷൻ വഴി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അവർക്ക് ആൻസറുകൾ കിട്ടി. അപ്പോൾ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നോടുകൂടി ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതികരണവും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാനതിനെ പറ്റിയിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കളയാറുമില്ല. ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് Q18-ൽ ഗോപിനാഥ് മുതുകാട് നടത്തിയത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വലിയ ആരോപണങ്ങൾ, ഗുരുതര ആരോപണങ്ങളാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ ഉയർത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം. ഇങ്ങനെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനുള്ള മറുപടി അദ്ദേഹം Q18-ലൂടെ പറയുമ്പോൾ അത് അവിടെ അവസാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വിവരാവകാശ രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഫണ്ട് ഗോപിനാഥ് മുതുകാടിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അശ്വതി, മാജിക് പ്ലാനറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പേരിലാണ് കേരളത്തിൽ ഗോപിനാഥ് മുതുകാട് സുപരിചിതനായിട്ടുള്ളത്. അദ്ദേഹം ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഡിഫറൻറ്ററി ആർട്ട് സെൻറ്റർ എന്ന പേരിൽ ഈ ശാരീരികമായി വൈകല്യം നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി, അവരുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു സന്നദ്ധ സംഘടനയ്ക്ക് തുടക്കമിടുന്നത്. പല അവസരങ്ങളിൽ താൻ മാജിക്ക് അവസാനിപ്പിച്ചു, ഇനി സേവന രംഗത്തേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ സന്നദ്ധ സേവന രംഗത്തേക്ക് കടക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പരസ്യമായി തന്നെ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുമ്പോട്ട് പോവുകയുമായിരുന്നു. അതിനിടയിൽ ഗോപിനാഥ് മുതുകാട് തന്നെയാണ് താൻ സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും കൈപ്പറ്റാതെയാണ് ഇത്തരത്തിലുള്ള ഈ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ചില സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള സഹായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുമുണ്ട്. അതിനിടയിലാണ് ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളുടെ ഗോപിനാഥ് മുതുകാടിനും അദ്ദേഹം നടത്തുന്ന ഈ സന്നദ്ധ സംഘടനയായ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിനുമെതിരെ വ്യാപകമായ വിമർശനമുയരുന്നത്. 2020-21, 2021-22, 2022-23 ഈ സാമ്പത്തിക വർഷങ്ങളിലായി 1.75 കോടി രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൻ്റെ പേരിൽ ഈ സന്നദ്ധ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ ഒരു വിഭാഗം രൂക്ഷമായ വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, ശരി ഡാൻ, ഇപ്പോൾ നമുക്കൊപ്പം